നമ്മളെ നാടൻ കുട്ടികളുമായിട്ടെല്ലാം കളിക്കുന്ന ആ ഒരു പരിചയം ക്രിക്കറ്റിലുള്ളൂ. അല്ല ഇത് അതിന് ശേഷം എപ്പോഴെങ്കിലും പിന്നെ ബാറ്റ് എടുത്തിട്ടുണ്ടോ? ബാറ്റ് ഇങ്ങനെ ഇവിടെ പല കളികളെല്ലാം വരുന്ന ഉദ്ഘാടനം എല്ലാം വരുന്ന സമയത്ത് ബാറ്റ് എടുത്ത് വീശാറുണ്ട്. ഗംഭീര വർക്കായിരുന്നു അത്. മയ്യഴിപ്പുഴയുടെ തീരത്ത് മോന്താൽ എന്ന് പറയുന്ന ഈ സ്ഥലത്തുള്ള ടെൻ സ്പോർട്സിന്റെ ഈ ടർഫും അതുപോലെ ഇവിടെ പറഞ്ഞൊരു സിക്സറുമാണ് സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. മന്ത്രി MP രാജേഷ് പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ, അതിനകത്ത് ചൊക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് അടിച്ചൊരു സിക്സറാണ് വലിയ തരത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വലിയ തോതിൽ പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആ സിക്സർ അടിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ ടീച്ചറും അതുപോലെ തന്നെ അതിൻ്റെ വീഡിയോ, ഈ വൈറലായ വീഡിയോ ചിത്രീകരിച്ച ക്യാമറാമാൻ ഷാജിയും ഒക്കെ ഇവിടെയുണ്ട്. നമുക്ക് ആ ടീച്ചറെടുത്തും അതുപോലെ തന്നെ ഷാജി ഉൾപ്പെടെയുള്ള ഈ സംഘത്തിനടുത്ത് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ പറയാം. ടീച്ചർ, ഇതിപ്പോൾ ടീച്ചർ വിചാരിച്ചിരുന്നു ഇങ്ങനെ ഇത് ഇത്ര വലിയ തരത്തിൽ വൈറലാകും എന്നുള്ളത്? ഇല്ല, അങ്ങനെ ഈ രീതിയിലേക്ക് പോകുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. മന്ത്രി തന്നെ പറഞ്ഞത് ഇതിനേക്കാൾ വലിയൊരു ഉദ്ഘാടനം സ്വപ്നങ്ങൾ മാത്രമാണ്. സന്തോഷമുണ്ട്. അങ്ങനെ മന്ത്രിന്റെ പോസ്റ്റ് വന്നതിന് ശേഷം വലിയ തരത്തിലുള്ള പ്രതികരണമാണോ? അതെ, ഇന്നലെ മുതൽ നല്ല ഫോൺ കോൾ കുറച്ചും കൂടി കൂടിയിട്ടുണ്ട്. എങ്ങനെ ടീച്ചറെ ആ കമന്റുകൾ വായിക്കുമ്പോൾ അതിനകത്ത് കാണാം ഇത് ക്രിക്കറ്റ് ടീച്ചറാണ്. ടീച്ചർ ക്രിക്കറ്റ് ടീച്ചർ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറല്ല, ഞാൻ സോഷ്യൽ സയൻസ് ആണ്. പക്ഷേ സ്പോർട്സിനോട് ഭയങ്കര താല്പര്യമാണ്. നമ്മൾ സ്കൂളിലെ കായികമേളയിലെല്ലാം ഞാനും വേറൊരു ടീച്ചറുമാണ് മുൻകൈയെടുത്ത്, ഷൗക്കത്ത് മാഷുമാണ് മുൻകൈയെടുത്തിട്ട് നമ്മൾ സ്പോർട്സിൻ്റെ കുട്ടികളെല്ലാം ട്രെയിൻ ചെയ്യാറ്. മറ്റ് ടീച്ചേഴ്സൊക്കെ ഉണ്ടെങ്കിലും നമുക്കതൊരു സ്പിരിറ്റായതുകൊണ്ട് തന്നെ നമ്മളെ കുട്ടികൾ നല്ല രീതിയിൽ വൈകുന്നേരമായാലും ടൈം നോക്കാതെ തന്നെ പരിശീലനമൊക്കെ നടത്താറുണ്ട്. ഇത് ടീച്ചർക്ക് അങ്ങനെ ഒരു സ്പോർട്സിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? സ്പോർട്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പാതിരിയാട് ഹൈസ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത്. ശ്രീധരൻ മാഷുടെ മോട്ടിവേഷൻ, പിന്നെ ഹോക്കി പ്ലെയർ നിയാസ് ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം എൻ്റെ സ്വദേശം വാളാങ്കിച്ചാലാണ്. ഇവിടെ കല്യാണം കഴിച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത് ചൊക്ലിയിൽ. പിന്നെ അപ്പോൾ നേരത്തെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ സ്പോർട്സിനോട് ഭയങ്കര താല്പര്യമാണ്. അത്ലറ്റിക്സ് മത്സരത്തിലും പങ്കെടുക്കാറുണ്ട്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് സോഫ്റ്റ് ബോൾ ടീമിൻ്റെ മട്ടന്നൂർ കോളേജ് പഠിക്കുന്ന സമയത്താണ് സോഫ്റ്റ് ബോളിൽ മുരളി സാറിൻ്റെ ശിക്ഷണത്തിലാണ് ഞാൻ സോഫ്റ്റ് ബോൾ പരിശീലനം നേടുന്നത്. അത് സ്റ്റേറ്റ് പ്ലെയർ ആവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അവിടെ. അങ്ങനെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. എന്തായാലും അതിനകത്ത് നമുക്ക് കാണുമ്പോൾ അറിയാം ഫുട് വർക്ക് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഫുട് വർക്ക് ആയിട്ടാണ് തോന്നുന്നത് അല്ലേ? അത് ക്രിക്കറ്റ് പ്രൊഫഷണലായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. കുട്ടിക്കാലത്ത് നമ്മളെ നാടൻ കുട്ടികളുമായിട്ടെല്ലാം കളിക്കുന്ന ആ ഒരു പരിചയം ക്രിക്കറ്റിലുള്ളൂ. അല്ല ഇത് അതിന് ശേഷം എപ്പോഴെങ്കിലും പിന്നെ ബാറ്റ് എടുത്തിട്ടുണ്ടോ? ബാറ്റ് ഇങ്ങനെ ഇവിടെ പല കളികളെല്ലാം വരുന്ന ഉദ്ഘാടനം എല്ലാം വരുന്ന സമയത്ത് ബാറ്റ് എടുത്ത് വീശാറുണ്ട്. ഗംഭീര വർക്കായിരുന്നു അത്. പിന്നെ ക്രിക്കറ്റ് കണ്ടിട്ടുള്ള ഒരു പരിചയം ഉണ്ടാവുമല്ലോ, ടി വിയിലൊക്കെ കാണുന്ന സമയത്ത് അതിൻ്റെ ഒരു മൂവ്മെന്റ് എല്ലാം നമ്മൾ മനസ്സിലാക്കുന്ന ആ ഒരു ഇതുമുണ്ട്. പ്ലാൻ ചെയ്തെടുത്തതുപോലെ അല്ലല്ലോ, പ്ലാൻ ചെയ്തെടുത്തതൊന്നുമല്ല, സ്വാഭാവികമായിട്ടുള്ള സിക്സറാ, പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. മേളേനേക്കാൾ ഇപ്പം ഗംഭീരായി ഈ ടീച്ചറിന്റെ സിക്സറും ഈ വീഡിയോ അല്ലേ? അതെ അതെ. ഇതെങ്ങനെ ടീച്ചറായി ഇത് വീഡിയോ ചിത്രീകരിച്ചത് എങ്ങനെയായിരുന്നു? വീഡിയോ നമ്മളിങ്ങനെ ഇവിടുന്ന് ഉദ്ഘാടന ചടങ്ങ് ഇപ്പോൾ ഷാജി സ്ഫടികൻ ടീമിൻ്റെ ക്യാപ്റ്റനായി ചെയ്ത കേരളോത്സവത്തിൽ കുട്ടികളെ മുഴുവനും കൊണ്ടുവരുന്നത് ഷാജിയാണ്, നമ്മളെ ചേർത്ത് പിടിച്ച്. അപ്പോൾ ഷാജിയാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ അറിഞ്ഞിട്ടൊന്നുമില്ല ഇവൻ എടുക്കുന്നത്. ഷാജി എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് വാട്സപ്പിൽ ഇട്ട് തരുന്നത്. അപ്പോഴാണ് ഞാൻ അന്നും നോക്കിയിട്ടൊന്നുമില്ല അങ്ങനെ, എന്താ പറയുക. പിന്നെ എല്ലാവരും നമ്മളെ പഞ്ചായത്ത് സ്റ്റാഫെല്ലാം അതിൽ സ്റ്റാറ്റസ് വെച്ചപ്പോഴാണ് പിന്നെ ഞാൻ നോക്കുന്നത്. എന്തായാലും നമുക്ക് ഈ ക്യാമറാമാനും കൂടി ഒന്ന് പരിചയപ്പെടണം അല്ലേ? പിന്നെ ഇത് ഇങ്ങനെ എടുക്കുമ്പോൾ ഇത് ഇത്ര വലിയ തരത്തിൽ ഇങ്ങനെ പ്രചരിക്കുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു? ഇല്ല, അങ്ങനെയൊന്നുമില്ല. പിന്നെ നമ്മളിത് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഗ്രൂപ്പിലെല്ലാം പ്രചരിപ്പിച്ചിട്ട് നമ്മളെ മേളക്ക് കുറച്ചുകൂടി ഒരു ആകർഷണമൊക്കെ നമ്മളെ പ്രാദേശികമായിട്ട് ഒന്ന് കുറച്ചുകൂടി സെറ്റാക്കേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഞാനത് എന്നിട്ട് നമ്മളെ പഞ്ചായത്ത് ഗ്രൂപ്പിലെല്ലാം ഷെയർ ചെയ്ത് അങ്ങനെയാ. അല്ല, ഈ ബോൾ എറിയുന്ന സമയത്ത് ടീച്ചർ ഇങ്ങനെ ഒരു സിക്സർ പറത്തുന്ന കരുതിയിരുന്നു, മുൻകൂട്ടി നമുക്ക് കാണാൻ പറ്റിയിരുന്നു? എനിക്ക് കാരണം വെച്ചാൽ ഇതിനൊക്കെ മുമ്പിട്ടല്ലോ ടീച്ചർ പല ഇതിലും, പിന്നെ ഫുട്ബോളിലായിക്കോട്ടെ നമ്മൾ ഷട്ടിലായിക്കോട്ടെ ഏതിലും അവർക്ക് കഴിവുണ്ട് എന്നുള്ളൊരു വിശ്വാസം ഉണ്ട്.
ഏതായാലും ഷാജി എടുത്ത വീഡിയോ അത് വലിയ തരത്തിൽ ഈ പറയുന്ന മോന്താലിലും ചൊക്ലിയിലും അല്ല, അത് ലോകവ്യാപകമായി പ്രചരിച്ചു. ആളുകൾ അതിനോട് വളരെ പോസിറ്റീവായിട്ട് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. മന്ത്രിയുടെ പോസ്റ്റിനും പിന്നീട് സ്പീക്കർ ഉൾപ്പെടെയുള്ളവരത് പോസ്റ്റ് ചെയ്തു. അതിനെല്ലാം വലിയ തരത്തിലുള്ള പ്രതികരണമാണ് ലഭിച്ചത്. ഈ ചൊക്ലി പഞ്ചായത്ത് സംഘടിപ്പിച്ച കേരളോത്സവം ഈ ടീച്ചറുടെ ഈ സിക്സർ കൊണ്ട് തന്നെ, പഞ്ചായത്ത് പ്രസിഡൻ്റായ ടീച്ചറിൻ്റെ സിക്സർ കൊണ്ട് തന്നെ വലിയ തോതിൽ ലോകവ്യാപകമായിട്ട് അതിൻ്റെ ഒരു പ്രചാരം ലഭിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. ക്യാമറാമാൻ രാജേഷ് വടകരക്കൊപ്പം ബിജീഷ് ഗോവിന്ദൻ, മീഡിയ 1, കണ്ണൂർ.